ഏറ്റവും ഒടുവിൽ മാതൃഭൂമിയുടെ MBIFL പരിപാടിക്ക് ഇനോഗ്രേഷന് വേണ്ടിയിട്ട് ലാലേട്ടൻ എത്തിയതാണ്. ഇത് രസമാണ് കാണാൻ. ഇതൊരു പച്ച കുർത്തയും അണിഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ എത്തിയത്. അതിന് മുന്നേ ഹെലികോപ്റ്ററിൽ ലാലേട്ടനും ആൻ്റണി പെരുമ്പാവൂർ തമ്മിലുള്ള ഒരു വീഡിയോ കുറച്ചധികം വൈറലായി. അതിന് പിന്നാലെ ഈ ലുക്കിലും കൂടി എത്തിയതിന് ശേഷം ഭയങ്കരമായ തരംഗം. ഇത് ഫേസ്ബുക്ക് തുറക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ തന്നെ എന്ത് രസമാണ്, എന്ത് രൂപമാണ്, എന്ത് ഗംഭീരമാണെന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ്റെ ഈ ചിത്രവും വെച്ചുകൊണ്ട് ഒരുപാട് പോസ്റ്റുകൾ കാണുകയുണ്ടായി. ഒടിയനൊക്കെ ശേഷം ഏകദേശം 8 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണല്ലേ ലാലേട്ടൻ ഇങ്ങനെ താടിയൊക്കെ എടുത്തിട്ട് കാണാൻ സാധിക്കുന്നത്. ആൻഡ് അത് അത്രയും രസമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും. അണിയർ പ്രവർത്തകർക്കിടയിൽ തന്നെ ഇത്രയും വർഷമായിട്ട് അങ്ങനെ ക്ലീൻ ഷേവ് ലാലേട്ടൻ വന്നിട്ടില്ലല്ലോ. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും വന്നു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്നൊന്നും അറിയില്ല. അതിനിടയിൽ L366 വേണ്ടിയിട്ട് തരൺമൂർത്തിയുടെ പടത്തിന് വേണ്ടിയിട്ടാണ് ലാലേട്ടൻ ഈ താടി എടുക്കുക എന്നത് മനസ്സിലാവുന്നു. അതിനിടയിൽ L367 അനൗൺസ് ചെയ്തിട്ടുണ്ട്. വിഷ്ണു മോഹൻ്റെ സംവിധാനത്തിൽ ഗോകുലം ഗോപാലിൻ്റെ പ്രൊഡക്ഷൻ ഓപ്പറേഷൻ ഗംഗയാണോ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള പ്ലോട്ട് എന്നതിനെ പറ്റിയൊക്കെ അറിയേണ്ടതുണ്ട്. ബട്ട് സ്റ്റിൽ അതിനകത്ത് ലാലേട്ടൻ്റെ പടം വരികയാണ് L367. അതിന് വിഷ്ണു മോഹനാണ് സംവിധായകൻ. ഉറപ്പായിട്ടും ഈ പടം കഴിഞ്ഞിട്ട് അതിലേക്ക് ജോയിൻ ചെയ്യും. അപ്പോൾ ആ പടം വരാതിരിക്കുകയാണ്. വിഷ്ണു മോഹൻ്റെ പടമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇതൊരു വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങാൻ പോകുന്ന സിനിമ എന്നാണ് മനസ്സിലാക്കിയെടുക്കുന്നത്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഉറപ്പായിട്ടും നമുക്ക് ഉടനെ തന്നെ പങ്കുവയ്ക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ബട്ട് സ്റ്റിൽ നമ്മൾ കമ്മിങ് ടു ലാലേട്ടൻ്റെ ലുക്ക്. ഇപ്പോൾ ലാലേട്ടൻ്റെ ലുക്കിനെ പറ്റി ഓരോ തവണയും ചർച്ചകൾ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പം ഒന്നുകിൽ മീശ പിരിച്ച് വരുന്ന ലാലേട്ടനാവട്ടെ, അല്ലെങ്കിൽ കലോത്സവത്തിന് വരുന്ന ലാലേട്ടനാവട്ടെ, ഓരോരുത്തരും ഓരോ തരത്തിലാണ്. കലോത്സവത്തിന് വന്നത് ഈ ലുക്കിലല്ല. അതിനുശേഷം ലാലേട്ടൻ പങ്കെടുക്കുന്ന ഒരു ഒഫീഷ്യൽ പൊതുപരിപാടി ആണ് ഈ പരിപാടി. അപ്പോൾ ഈ പരിപാടിക്ക് വരുമ്പോഴേക്കും ആ ലുക്കിൽ നിന്ന് വേറെ ലുക്കാണ് ഇത്. അപ്പം അതിനിടയിലാണ് ലാലേട്ടൻ താടി എടുക്കുന്നതായിട്ടുള്ള പോസ്റ്റൊക്കെ വരുന്നത്. അത് തരുൺമൂർത്തിയുടെ പടത്തിനാണ്. ഇപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ കണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അതിൻ്റെ ഷൂട്ട് ആരംഭിച്ചിട്ടുണ്ട്, എന്നാൽ പോലും അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഭയങ്കര രസത്തിൽ ലാലേട്ടൻ ഇങ്ങനെ ഓരോ ദിവസവും, അപ്പോൾ ആദ്യം താടി എടുത്തപ്പോൾ ഒരു മോണോക്രോം സ്റ്റില്ലാണല്ലോ നമുക്ക് കിട്ടുന്നത്. പിന്നാലെ നമുക്ക് 2-3 സ്റ്റിൽസ് കിട്ടിയെങ്കിൽ പോലും ഒരു പബ്ലിക് ഫംഗ്ഷനിൽ ലാലേട്ടൻ വരുമ്പോഴേക്കും അതെങ്ങനെയാണ് നേരിട്ട് കാണാൻ രസമുണ്ടോ ഭംഗിയുണ്ടോ എന്നൊക്കെ അറിയുമ്പോഴേക്കും അത് ഭയങ്കര ഭംഗിയാണ്. ചിലതിലൊക്കെ ലാലേട്ടൻ ഇങ്ങനെ സ്പെക്സ് ഒക്കെ വെച്ചേക്കുന്നത് കാണാം, അതും ഭയങ്കര രസമുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ ലാലേട്ടൻ ഹേറ്റേഴ്സിന് അല്ലെങ്കിൽ ഡീഗ്രേഡേഴ്സിന് ഒരു ചെറിയ വിഷമം ഉണ്ടാകും, സ്വാഭാവികം. ബട്ട് എന്നാൽ പോലും ലാലേട്ടൻ ആരാധകർക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എത്രയോ വർഷങ്ങളായിട്ട് അവർ കേൾക്കുന്ന, അല്ലെങ്കിൽ അവരോട് പലരും ചോദിക്കുന്നത് ലാലേട്ടൻ എപ്പോഴാണ് താടി പിടിച്ച് വരാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നതിന് ഒരു കൃത്യമായ മറുപടി അവർക്ക് ഇതാ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റിൽസ് കാണിക്കാൻ പറ്റുന്ന ഒരു ഭയങ്കരമായിട്ടൊരു മൊമെൻറ്റും കൂടിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. സോ ഇതൊരു ഭയങ്കര പേഴ്സണൽ കാര്യം കൂടിയാണ്. കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഉണ്ടാവുന്നതിൽ നിന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്ന ആ ഒരു സ്റ്റേച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് പേഴ്സണൽ. അത് തന്നെയാണ് ലാലേട്ടൻ ആരാധകർക്കും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത്. സോ അത് തന്നെയാണ്. ആൻഡ് ഈ ലുക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒന്നാമത് ആ പ്രോജക്റ്റിന് ഭയങ്കര എക്സ്പെക്റ്റേഷനുണ്ട്. പ്രത്യേകിച്ച് തുടരുമ്പോൾ ഒരു സിനിമയ്ക്ക് ശേഷം ലാലേട്ടൻ തരുൺമൂർത്തി ഒന്നിക്കുമ്പോൾ, അതും കഴിഞ്ഞ വർഷം അവർ ഒന്നിച്ചതേ ഉള്ളൂ, പെട്ടെന്നാണ് തരുൺമൂർത്തി മോഹൻലാൽ പ്രോജക്റ്റ് ഉണ്ടാവുന്നത്. അപ്പം തരുൺമൂർത്തിയുടെ ഓരോ പോസ്റ്റുകളിൽ നിന്നും അപ്ഡേറ്റുകളിൽ നിന്ന് പോലും പുള്ളി എത്രമാത്രം എക്സൈറ്റഡ് ആണ് ഈ പ്രോജക്റ്റിന്മേൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഈ സിനിമയ്ക്ക് മേൽ ഭയങ്കരമായ ഹൈപ്പുണ്ട്. അതിനിടയിൽ പല കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ലൗലജൻ എന്നതാണ് ലാലേട്ടൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് എന്നതും കേൾക്കുന്നുണ്ട് ഒരു വശത്ത്. അതിനിടയിൽ ലാലേട്ടൻ ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു, പോലീസുകാരനാണ്, കുറേ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. പോലീസുകാരനാണ് എന്നുള്ളത് ഉറപ്പായിട്ടും നേരത്തെ തന്നെ പുറത്തു വന്ന കാര്യമാണ്. ബട്ട് എന്നാൽ പോലും ഈ ക്യാരക്ടർ നെയിം ഉൾപ്പെടെയൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ഹൈപ്പ് കയറി ഇങ്ങോട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഹൈപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രോജക്റ്റിന്. ഭീകരമായ ഹൈപ്പ് ഇപ്പം തന്നെ എത്തിയിരിക്കുന്നു, ലുക്ക് മാറിയതോടുകൂടി തന്നെ. ഇനി എൻ്റെ പ്രോജക്റ്റ് എന്താകുമെന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം.